ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫയറിന്റെ 5ാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് പാറ്റ്നയിലാണ്. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പാറ്റ്ന. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിതമായത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിതമായത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത് ആരാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. നെക്സ്റ്റ്, 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനമാണ്. 126ാം സ്ഥാനമാണ് എന്തിലാണ്? ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2023. വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളിയാണ് ആര്? ആശാ ശോഭനയാണ് വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത വാഴേങ്കട വിജയൻ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? അത് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വാഴേങ്കട വിജയൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത വാഴേങ്കട വിജയൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 121ാം സ്ഥാനമാണ്. 2023 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 121ആണ്. 2022 അത് എത്രയായിരുന്നു? 131 ആയിരുന്നു. അപ്പൊ 2023 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 121. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? നഗോയ, ജപ്പാനിലെ നഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദി. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? അത് സാമ്പൽപൂർ, ഒഡീഷ. ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ് കേന്ദ്ര വനം യാദവ്. വിവാദമായ കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2024 ഫെബ്രുവരി 28നാണ്. 2024 ഫെബ്രുവരി 28നാണ് കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാനാണ്. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് കായിക വകുപ്പ് മന്ത്രി. അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? അത് മൗറീഷ്യസ് ആണ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം.
കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? അപ്പൊ എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്? 85 വയസ്സ് കഴിഞ്ഞവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്. അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്ത് കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്ലഗിനെ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? അപ്പൊ അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്ത് കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്ലഗിനെ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ദ്രൗപദി മുർമുവിന്റെ പേരിലാണ്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പേരിലാണ് നാമകരണം ചെയ്തത്. 2025 G20 ഉച്ചകോടിയുടെ വേദി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ് രാജ്യത്ത് ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ചേർത്തലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ എവിടെയാണ്? ചേർത്തലയിലാണ്. ചേർത്തല ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല. ഇനി 2024 ഇറാസ്മസ് ആണ്. ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. 2024 ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആര്? അമിതാവ് ഘോഷ് ആണ്. അമിതാവ് ഘോഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. അപ്പൊ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാനായിട്ട് കെൽപ്പുള്ള മിസൈലാണ് ഏത്? അഗ്നി 5 ആണ്. അഗ്നി 5. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം ഏതാണ്? അത് തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം. നെക്സ്റ്റ്, പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതാരാണ്? പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതാരാണ്? ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് ആണ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായതാരാണ്? പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ദേവേന്ദ്ര ജജാരിയാണ്. ദേവേന്ദ്ര ജജാരിയാണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത്. അപ്പോൾ നമ്മൾ ഇന്ന് 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയറിന്റെ 5ാമത്തെ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.